നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. സുഹൃത്തുക്കളെ, നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. ശത്രുക്കളുടെ കാപട്യ മുഖം ഈ വ്യക്തി തിരിച്ചറിയുന്നു. നിങ്ങളുടെ സ്നേഹമാണ് പരിശുദ്ധമെന്ന് ഈ വ്യക്തി അറിയാൻ വൈകി. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെ ഈ വായന കാണുവാനായിട്ട് ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങളെയാണ് ഇപ്പോൾ വിശദമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയാണ് ഈ വ്യക്തി ഇപ്പോൾ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്കിപ്പോൾ ആരുടെയും ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ കയറുകയില്ല. കാരണം ശത്രുക്കളുടെ കാപട്യ മുഖമാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ശത്രുക്കളുടെ കാപട്യ മുഖം എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് അങ്ങേയറ്റം വിശ്വസിക്കാനാവാത്തതുമായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും അധികം പ്രതിസന്ധികളിലൂടെ കടന്നു വരേണ്ടി വന്ന ഒരവസ്ഥയെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ പേഴ്സൺ അത്രയും അധികം വിഷമിച്ചുകൊണ്ടാണ് ഈ ഒരു നിമിഷവും ഇരിക്കുന്നത്. കാരണം ശത്രുക്കൾ ഇത്രമാത്രം പറ്റിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഏറ്റവും ശരി എന്നുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഈ വ്യക്തി മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് ഇവിടെ ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്കാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ അരോചകം തോന്നിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാത്തത് തന്നെയാണ്. നിങ്ങൾ എത്രമാത്രം സ്നേഹിച്ചിട്ട് പോലും ഈ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും പല പ്രാവശ്യവും പല രീതിയിലും ഈ വ്യക്തിയെ സ്നേഹിക്കുവാനും വളരെയധികം നിർബന്ധിച്ചുകൊണ്ടൊക്കെ വളരെയധികം ഈ വ്യക്തിയിലേക്ക് കടന്നു കയറാനും ഒക്കെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടേതായിട്ടുള്ള സ്വഭാവ രീതികളും സ്നേഹ പ്രകടനങ്ങളും എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഫലവത്തായില്ല എന്നാണ് കാണപ്പെടുന്നത്. ഈ വ്യക്തിക്ക് അതൊന്നും പോരായിരുന്നു. അതായത് പൊന്നാണെന്ന് വിചാരിച്ചത് അത് വെറും കല്ലായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പുറമേ കാണിച്ച സ്നേഹവും വളരെയധികം ആകാംക്ഷയും ആലിംഗനവും സ്നേഹപ്രകടനങ്ങളും എല്ലാം തന്നെ കള്ളമായിരുന്നുവെന്നും അതെല്ലാം പൊള്ളയായ സ്നേഹമായിരുന്നുവെന്നും ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തന്നെയായിരുന്നു ഏറ്റവും കൃത്യമായിട്ടുള്ള വ്യക്തികൾ എന്നാണ് ഈ പേഴ്സൺ തിരിച്ചറിയുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും നിങ്ങളെ മാറ്റിക്കളയുവാൻ ഈ വ്യക്തി ഇപ്പോൾ തയ്യാറല്ല. കാരണം ഇതിനോടകം ഈ വ്യക്തിക്ക് മതിയായിരിക്കുന്നു. ഈ വ്യക്തി ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഈ വ്യക്തിക്ക് ലജ്ജയും മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് അമിതമായി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അമിതമായി ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി ഏറ്റവും നന്നായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പേഴ്സൺ തേടിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളെ വളരെയധികം നിങ്ങളിലേക്ക് ആകർഷണം തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിട്ട് കാണിക്കുന്നുണ്ട്. എപ്പോൾ എവിടെ എങ്ങനെ ഇരുന്നാലും നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ തന്നെയാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളും നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള മണ്ടത്തരങ്ങളും എല്ലാം തന്നെ ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം എത്ര മണ്ടത്തരമായിരുന്നുവെന്നും അതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള തിരിച്ചറിവും കൂടെ ഈ പേഴ്സണെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും ശത്രുക്കൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ വ്യക്തി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ ഓരോ നിമിഷവും ഈ വ്യക്തിയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത്രമേൽ ക്ഷമ നിങ്ങൾക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത്രയും കാലം പിടിച്ചു നിന്നത്. പക്ഷേ ഈ വ്യക്തി എന്തെങ്കിലും ശരിയാകും എന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്കുണ്ടായിരുന്നു.
എന്നാൽ മുന്നോട്ട് പോകെ ഈ വ്യക്തിയുടെ സ്ഥിതി വഷളായി വന്നപ്പോഴാണ് നിങ്ങൾ പിൻവാങ്ങിയത്. നിങ്ങൾ പുറകിലേക്ക് പോകാം അല്ലെങ്കിൽ പുറകിലേക്ക് വലിയാം എന്ന് തീരുമാനിച്ചത്. എന്നാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായി നിങ്ങളാണ് ഈ വ്യക്തിയെ നോക്കുന്നതെന്നും നിങ്ങളുടെ മനസ്സിലാണ് ആത്മാർത്ഥ സ്നേഹമുള്ളതെന്നും ഈ വ്യക്തി തിരിച്ചറിഞ്ഞില്ല. പല വിധത്തിലും പല രീതിയിലുമൊക്കെ ഈ വ്യക്തി നിങ്ങളെ ഭയപ്പെടുത്താനും അല്ലെങ്കിൽ തോൽപ്പിക്കാനും ഒക്കെ ശ്രമിച്ചെങ്കിൽ പോലും നിങ്ങൾ അതിൽ നിന്നുമൊക്കെ തരണം ചെയ്ത് ഉയർത്തെഴുന്നേറ്റവരാണ് നിങ്ങളിൽ ഓരോരുത്തരും. നിങ്ങളുടെ മനഃശക്തിയെ ഈ പേഴ്സൺ വളരെയധികം അതിശയത്തോടെയാണ് നോക്കി കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ നിങ്ങളുടെ ഹൃദയം നല്ലതായിരുന്നു എന്നും നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായിരുന്നു എന്നും ഈ വ്യക്തി തിരിച്ചറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി സമാധാനപരമായ ഒരു പരിഹാരത്തിലേക്കാണ് ഇപ്പോൾ വരാൻ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാലാഖമാരാണെങ്കിൽ പോലും സമാധാനപരമായ ഒരു റെസല്യൂഷന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ എന്നേക്കുമായി പരിഹാരത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഈ പ്രണയബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മോശപ്പെട്ട ചില കൂട്ടുകെട്ടുകളും അതുപോലെ ഫ്രണ്ട്ഷിപ്പും മോശപ്പെട്ട ബന്ധങ്ങളും എന്തൊക്കെയാണോ അവയിൽ നിന്നുമൊക്കെ ഉയർത്തെഴുന്നേറ്റ് വരാനും അത്തരം ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ജീവിതമാണ് ഏറ്റവും വലുതെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് അത്രമേൽ പോസിറ്റീവായിട്ടാണ് കാണപ്പെടുന്നത്. നമുക്കിവിടെ നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മൂർച്ചയേറിയ വാളുകൾ കൊണ്ട് കുത്തി വീഴ്ത്താനാണ് ഈ പേഴ്സണെ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പലപ്പോഴും ശത്രുക്കളുടെ കാപട്യ മുഖം മനസ്സിലാക്കുവാനോ അവരുടെ മനസ്സിലുള്ള വിഷത്തെക്കുറിച്ച് തിരിച്ചറിയുവാനോ അത് സെൻസ് ചെയ്യുവാനോ ഈ വ്യക്തിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. എന്നാൽ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ പ്രേക്ഷകരായ നിങ്ങളിൽ പലവർക്കും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. നിങ്ങളിൽ പലവരും ആത്മീയപരമായി ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളിൽ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വായന നിങ്ങൾ എല്ലാവരും മുടങ്ങാതെ കാണുന്നതും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പരമായി നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട്. ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ മറുവശവും എതിർവശവും എല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിൽ അതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ പല പ്രാവശ്യവും നിങ്ങളുടെ വ്യക്തിയോട് ഇതൊക്കെ പറയാൻ ശ്രമിച്ചെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തി അത് മനസ്സിലാക്കാൻ തയ്യാറായിരുന്നില്ല. ഇനിയെങ്കിലും പുതിയ തിരിച്ചുവരവിലേക്ക് ഈ വ്യക്തി എത്തിച്ചേരും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇപ്പോൾ നിങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും പരിശുദ്ധമെന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. അതിന്റെ ഭാഗമായി ഈ വ്യക്തിയുടെ അഹങ്കാരവും അതുപോലെ അഹംഭാവവുമായിട്ടുള്ള സ്വഭാവ പ്രകൃതങ്ങൾ എല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെ ആയാലും വലിയൊരു മാജിക്കിനാണ് ഈ വ്യക്തി ഇപ്പോൾ വിശ്വാസം സമർപ്പിക്കുന്നത്. എന്നെങ്കിലും ഒരു ആശ്ചര്യം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു അത്ഭുതം ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഈ വ്യക്തിയുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾ വളരെയധികം വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വപ്നപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഈ വ്യക്തിയുടെ മനസ്സിൽ അനുദിനമായി നിങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളിലേക്ക് അടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഈ വ്യക്തിയുടെ വ്യഗ്രത നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ സന്തോഷത്തിന്റെ നാളുകളാണ് വന്നു ചേരാൻ പോകുന്നത്. എന്തായാലും ഒരു കാര്യത്തെക്കുറിച്ച് കാണുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും കാണണമെന്നും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നും ഈ വ്യക്തി തിരിച്ചറിയുന്നു. കാണുന്നതെല്ലാം തന്നെ സത്യമല്ല എന്നും സത്യസന്ധമായ കാര്യങ്ങൾ വികൃതവും കൊള്ളാത്ത തരത്തിലുമായിരിക്കും എന്നുള്ള സത്യം കൂടെ ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. ഈ പ്രണയബന്ധം പാതി വഴിയിൽ ഉപേക്ഷിച്ചതിന് ഈ വ്യക്തിക്ക് അതിയായ സങ്കടമുണ്ട്. എന്നാൽ അത് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൊണ്ട് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് തന്നെ അത് ചേർത്തിണക്കുക തന്നെ ചെയ്യും എന്നുള്ള തീരുമാനത്തിലാണ് ഈ പേഴ്സൺ എത്തി നിൽക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പ്രണയം വിജയിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വായന ഫലപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.